ഓം നമഃശിവായ. നമസ്കാരം. ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പറയുന്നത് അശ്വതി നക്ഷത്രത്തെ പറ്റിയാണ്. മേടം രാശിയുടെ 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. സംസ്കൃതത്തിൽ അശ്വിനി എന്നറിയപ്പെടുന്ന അശ്വതിക്ക് വേദത്തിൽ അശ്വയുഗ് എന്നും പേരുണ്ട്. 27 നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ദേവവൈദ്യപട്ടം നൽകിയിരിക്കുന്ന അശ്വനി ദേവന്മാർ നക്ഷത്ര ദേവതകളായിട്ടുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥൻ കേതു ആണ്. ഒരു ദേവഗണ നക്ഷത്രമായ അശ്വതിയുടെ നക്ഷത്ര വൃക്ഷം കാഞ്ഞിരവും നക്ഷത്ര മൃഗം കുതിരയുമാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വന്തം പ്രയത്നത്താൽ ഒരു നല്ല പൊസിഷനിൽ എത്തിപ്പെടാനായിട്ടാണ് സാധ്യത കാണുന്നത്. ഇവരുടെ സ്വയപ്രയത്നം മൂലമായിരിക്കും ജീവിതത്തിൽ ഉയർച്ച നേടുക. വളരെ ത്യാഗമനോഭാവമുള്ള ഈ നക്ഷത്ര ജാതകർ മറ്റുള്ളവർക്ക് ത്യാഗം ചെയ്യുവാനായിട്ട് ഇപ്പോഴും മനസ്സ് കാണിക്കുന്ന വ്യക്തികളായിരിക്കും. വിവിധ കാര്യങ്ങളിൽ അറിവ് സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ നക്ഷത്ര ജാതകർ. വിവിധ കാര്യങ്ങളിൽ അറിവ് സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ നക്ഷത്ര ജാതകർ. താൻ ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പൂർണ്ണമായും ബന്ധിപ്പിക്കും. സ്വന്തം അഭിപ്രായത്തിന് മുൻതൂക്കം നൽകും. പൊതുവെ പിശുക്ക് കാട്ടുന്നവരാണെങ്കിലും ആഡംബരപ്രിയരാണെങ്കിലും ആഗ്രഹം തോന്നുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ താല്പര്യം കാണിക്കും. എപ്പോഴും ജീവിതത്തിൽ ശ്രേഷ്ഠം ചിന്തകളും ഉയർന്ന സങ്കല്പങ്ങളും വച്ചു പുലർത്തുന്ന വ്യക്തികളാണ് അശ്വതി നക്ഷത്രത്തിലുള്ളവർ. പുതിയ ആശയങ്ങൾ കണ്ടുപിടിച്ച് ആവിഷ്കരിച്ച് വിജയിക്കുന്ന കാര്യത്തിൽ ഇവർ കേമന്മാരാണ്. ഒരാളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിന് അവരെ പറ്റി വ്യക്തമായി പഠിക്കുന്ന സ്വഭാവക്കാരാണ് ഈ നക്ഷത്ര ജാതകർ. അശ്വതി നക്ഷത്രക്കാരുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തരം വശ്യത ഉണ്ടായിരിക്കും. ഇവരുടെ കണ്ണുകൾ മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ ആകർഷിപ്പിക്കുന്ന തരത്തിലായിരിക്കും. ഇവരുടെ പെരുമാറ്റ രീതികൾ ഹൃദ്യമായിരിക്കും. ഇവർ വളരെ ബുദ്ധിശക്തി, ഗാംഭീര്യം, സൗന്ദര്യം നിറഞ്ഞവരായിരിക്കും. സൗന്ദര്യ മുഖഭാവമുള്ള ഇവരുടെ പ്രത്യേകത വലിയ നെറ്റി, നീണ്ട മൂക്ക്, തീക്ഷ്ണമായിട്ടുള്ള നോട്ടം, ഇതെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ്. ഇവർക്ക് ദൃഢനിശ്ചയവും ഒരു സ്ഥിരമായിട്ടുള്ള ഉത്സാഹവും എപ്പോഴും ഉണ്ടായിരിക്കും. മറ്റുള്ളവർ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളുമായിട്ട് ഇവർ യോജിക്കാൻ കഴിയില്ലെങ്കിൽ അവർ അതിനെ ശക്തമായി തന്നെ എതിർക്കുന്ന വ്യക്തികളും കൂടിയായിരിക്കും. ഇവർ പൊതുവെ ജീവിതത്തിൽ അടക്കും ചിട്ടയുമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റാറില്ല. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമാണെങ്കിലും ചില കാര്യങ്ങളിൽ എപ്പോഴും ഒരു അപൂർണത ഉണ്ടായിരിക്കും. ഇവരുടെ പ്രധാനപ്പെട്ട വസ്തുത എന്തെന്നാൽ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നടിച്ചു പറയുവാൻ ധൈര്യം കാണിക്കുന്ന വ്യക്തികളാണ്. ഇവർ നല്ല ഭക്ഷണപ്രിയരും നല്ല പ്രണയിതാക്കളുമാണ്. ശത്രുക്കൾക്ക് ഇവരോട് മല്ലിട്ട് നിൽക്കാൻ സാധാരണ കഴിയില്ല എന്നതാണ് സത്യം. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ മാനസികമായും ശാരീരികമായും സന്തോഷിപ്പിക്കുവാനും വേദനകൾ ഇല്ലാതാക്കാനും വലിയ രീതിയിലുള്ള കഴിവുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ വൈദ്യം, മെഡിക്കൽ സയൻസ്, ആതുര സേവനം എന്നീ മേഖലകളിൽ ഇവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും. നിയമപാലനം, പ്രതിരോധം എന്നീ മേഖലയിലും ഇവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നയതന്ത്രത പറഞ്ഞറിയിക്കേണ്ടതാണ്. കാര്യങ്ങൾ സമചിതത്തോടെയും നല്ല രീതിയിലും വഴക്കത്തോടെയും അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിൽ ഇവർ പ്രഗത്ഭരാണ്. കലാപരമായ കാര്യങ്ങളിൽ കഴിവുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. ചെറിയ രീതിയിലുള്ള മുൻകോപവും തനിഷ്ടവും ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. എവിടെ പോയാലും തനിക്ക് പ്രഥമ സ്ഥാനം വേണമെന്നുള്ള പിടിവാശിയുള്ളപ്പോഴും നല്ലത് പറയുന്നവരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവരിൽ ആരും കാണാത്ത നന്മ കാണുന്നവരുമാണ് അശ്വതി നക്ഷത്രക്കാർ. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ കാർത്തിക, മകയിരം, പുണർദം,
വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ചിടപെടണം അശ്വതി നക്ഷത്രക്കാർ. ഇവർക്ക് വൈദൂര്യം അനുകൂലമായ രത്നമാണ്. തൻ്റെ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ് അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. എങ്കിലും ഭർത്താവിനെ താൻ പറയുന്നതനുസരിച്ച് നിർത്താനുള്ള ഒരു മനോഭാവം ഇവർക്കുണ്ടാകും. കുടുംബ മഹിമ വാനോളം പുകഴ്ത്തി പറയുന്നവരാണ് ഈ നക്ഷത്ര ജാതകർ. ഈ നക്ഷത്രത്തിലെ 1-ാം പാദത്തിൽ ജനിച്ചവർ മേടം രാശിയിൽ ഉൾപ്പെടുന്നതാണ്. 1-ാം പാദത്തിലുള്ളവരുടെ പ്രത്യേകത എന്തെന്നാൽ ഇവർ തീരുമാനങ്ങളിൽ എപ്പോഴും വ്യക്തിചലിക്കുന്നവരായിരിക്കും. ആരും ചെയ്യാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് അത് വിജയിപ്പിക്കുവാൻ ഈ പാദത്തിലുള്ളവർക്ക് ഒരു കഴിവുണ്ടായിരിക്കും. ഈ നക്ഷത്രത്തിലെ ആദ്യത്തെ 15 നാഴികയിൽ ഉൾപ്പെടുന്നവരാണ് 1-ാം പാദത്തിൽ ഉൾപ്പെടുന്നവർ. ഇവരുടെ 2-ാം പാദം ഉൾക്കൊള്ളുന്നത് ഇടവൻ രാശിയിലാണ്. 2-ാം പാദത്തിൽ പിറന്നവർ മെഡിക്കൽ രംഗം, ആതുര സേവനം എന്നിവയിൽ കീർത്തി കേട്ടവരായി തീരും. ജീവിതത്തിലെ ഏത് ദുരിതങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് എത്തുവാൻ ഈ പാദത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകം കഴിവുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും നന്നായി ചിന്തിച്ച് തീരുമാനമെടുക്കുന്നവരായിരിക്കും ഈ പാദത്തിലുള്ളവർ. ഈ പാദത്തിലുള്ളവർ ആർഭാടത്തിനും അനാവശ്യ ചിലവുകൾക്കും വേണ്ടി ഒരുപാട് പണം ചിലവാക്കുന്നവരായി കാണുന്നു. 3-ാം പാദത്തിൽ ജനിച്ച അശ്വതിക്കാർ ബാങ്കിംഗ്, ഫിനാൻസ് മേഖലയിൽ വിജയിക്കുന്നവരായിരിക്കും. മേടം രാശിയിലാണ് ഇവർ ഉൾപ്പെടുന്നത്. മുൻകോപക്കാരും പിടിവാശിക്കാരുമായിരിക്കും ഇക്കൂട്ടർ. ഇവർ പിശുക്കന്മാരും സാമ്പത്തികമായി ജീവിതത്തിൽ ഉയരുന്നവരുമായിരിക്കും. ഈ നക്ഷത്രത്തിലെ 4-ാം പാദത്തിൽ ജനിച്ചവർ, അതായത് 45 നാഴിക മുതൽ 60 നാഴിക വരെയുള്ള സമയങ്ങളിൽ ജനിച്ചവർക്ക് ബുദ്ധിശക്തി, അറിവ് വളരെ കൂടുതലായി കാണുന്നു. കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്ന ഇവർക്ക് മനോബലം വളരെ കുറവാണ്. ഇവരിൽ പലരും വിഷാദ രോഗത്തിന് അടിമപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ ആദ്യ കാര്യത്തിൽ നിന്നും ഒരു ശ്രദ്ധ ഇവർക്ക് കൂടുതൽ വേണ്ടതാണ്. പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടാൻ ഈ നക്ഷത്ര ജാതകർ ശ്രമിക്കുന്നവരാണ്. സ്വതന്ത്ര ബുദ്ധിയും മികച്ച അഭിമാനബോധവും ഇവരെ എപ്പോഴും തെറ്റുകളിൽ നിന്നും മാറ്റി നിർത്താനായി സഹായിക്കാറുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റുള്ളവരുടെ ബാധ്യതകൾ ഏറ്റെടുത്ത് ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. ഇതെല്ലാം ഈ നക്ഷത്ര ജാതകരുടെ ഒരു പൊതുഫലം മാത്രമാണ്. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഉയർച്ചയും വിജയവും നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.